മലപ്പുറം കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് മുൻ മാനേജറുടെ മാനസിക പീഡനമെന്ന് പോലീസ്. കഴിഞ്ഞ ഡിസംബറിൽ ആശുപത്രിയിൽ നിന്ന് രാജിവെക്കാൻ സന്നദ്ധതയെ അറിയിച്ചിട്ടും മാനേജർ അബ്ദുൾ റഹ്മാൻ സമ്മതിച്ചില്ലെന്നും പോലീസ് കണ്ടെത്തി. ഈ വർഷം ജൂണിൽ വീണ്ടും രാജി നൽകിയെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ മാനേജർ തയ്യാറായില്ല. അറിയാത്ത ജോലികൾ ചെയ്യാൻ നിർബന്ധിച്ചെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, ഗുരുതരമായ കണ്ടെത്തലുകളാണ് പോലീസിന്റേത്. അമീന നേരിട്ടത് കടുത്ത അനീതിയാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പോലീസിന്റേത്. ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ധന്യ, അമീന, ഗുരുതരമായ ഈ ആശുപത്രിയിലെ മുൻ മാനേജർ അബ്ദുൾ റഹ്മാന്റെ പക്കൽ നിന്ന് ഗുരുതരമായ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ അമീന രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ ആവശ്യത്തിന് ജീവനക്കാരെല്ലാം തുടരണമെന്ന് നിർബന്ധിപ്പിച്ചു. പിന്നീട് ഈ മാസം ജൂണിൽ അന്ന് തുടർന്നു. പിന്നീട് ഈ മാസം ജൂണിൽ വീണ്ടും രാജ്യസന്നദ്ധത രാജിവെക്കുകയാണെന്ന് അറിയിച്ചപ്പോൾ അപ്പോഴാണ് കൂടുതൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കൂടുതൽ മാനസികമായ പീഡനം ഏൽക്കേണ്ടി വന്നത്. അതായത് തനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന് ഈ അബ്ദുൾ റഹ്മാൻ അമീനയോട് കർശനമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഗുരുതരമായ ആരോപണം അല്ലെങ്കിൽ ഗുരുതരമായ മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നുള്ളതാണ്. മാത്രമല്ല, നഴ്സിംഗ് ജോലിക്ക് അപ്പുറത്തേക്ക് മറ്റു പല ജോലികളും അറിയാത്ത പല ജോലികളും നിർബന്ധിപ്പിച്ച് അമീനയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മരിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് അമീന മരിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം അന്ന് ഈ അബ്ദുൾ റഹ്മാന്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ഗുരുതരമായി ആക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ആക്ഷേപവും ഭീഷണിയുമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഇവർ താമസിച്ചിരുന്നതും മറ്റുമൊക്കെ ഈ ആശുപത്രി മാനേജ്മെന്റിന്റെ കീഴിലായിരുന്നു. പിന്നീട് ഈ അബ്ദുൾ റഹ്മാൻ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള സാധന സാമഗ്രികളൊക്കെ സ്വന്തം ചിലവിൽ വാങ്ങാൻ നിർബന്ധിച്ചു. തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്ന ഈ ജീവനക്കാരെ കൊണ്ട് അവർ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ തന്നെ വാങ്ങണമെന്ന് ഈ അബ്ദുൾ റഹ്മാൻ നിർബന്ധം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു ഗുരുതരമായ കണ്ടെത്തൽ. ഇത് അമീനയെ മാത്രമല്ല, ഇവിടുത്തെ മറ്റു ജീവനക്കാരെയൊക്കെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെയുള്ള മറ്റ് ജീവനക്കാർ ഇവരുടെ താമസം പോലും വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ഇവരുണ്ടായിരുന്നത് എന്നൊക്കെയുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. പല വിദ്യാർത്ഥികളും മുൻപുണ്ടായിരുന്നവരും അവിടെ നിന്ന് രാജിവെച്ച് പോയ ആൾക്കാർ പോലും തിരിച്ചു വന്ന് പോലീസിനോട് കാര്യങ്ങൾ പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പം നിലവിൽ ചുമത്തിയിരിക്കുന്ന കേസുകളിൽ നിൽക്കുമോ ഇത് എന്നുള്ളതാണ്. കൂടുതൽ കേസുകൾ ചുമത്താനുള്ളൊരു സാധ്യത. ഇയാളിപ്പോൾ റിമാൻഡിലാണല്ലോ. തീർച്ചയായിട്ടും പോലീസ് ഇതിനകത്ത് ഇപ്പോൾ ഗുരുതരമായ ഈ കാര്യങ്ങൾ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനകത്ത് കൂടുതൽ വകുപ്പുകൾ പോലീസ് ചുമത്താൻ സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം പല സമയങ്ങളിലും ഇയാൾക്കെതിരെ, അബ്ദുൾ റഹ്മാനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാനേജ്മെന്റ് അത് വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഈ കുട്ടി മരിച്ചതോടു കൂടിയാണ് പിന്നീട് ഇതിനകത്ത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നതും പിന്നീട് യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുകയും മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്യുന്നതോടു കൂടിയാണ് പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണം അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വസ്തുത. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു നടപടിയിലേക്ക് കടക്കുമോ? ചോദ്യം ആവർത്തിക്കാവൂ. സ്ഥാപനത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു, മാനേജ്മെന്റിന് അത് അറിയാമായിരുന്നു. നിരവധി തവണ നിരവധി ആളുകൾ പരാതിയുമായി എത്തിയിട്ടുണ്ട്. പക്ഷേ ഗൗനിച്ചില്ല. ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയായിരുന്നു സ്ഥാപനം തുടർന്നിരുന്നത്. അങ്ങനെയെങ്കിൽ സ്ഥാപനത്തിനെതിരെ ഒരു നടപടിക്കുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ വാർത്തയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ കുട്ടിയുടെ സുഹൃത്ത് തന്നെ പറയുന്നുണ്ട്. പല തവണ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിന്റെ മേധാവികൾക്ക് പരാതി നൽകിയിരുന്നു. ഇയാളുടെ ഈ ടോർച്ചറിങ് വലിയ തരത്തിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട്. പക്ഷേ മാനേജ്മെന്റ് വേണ്ട വിധത്തിലുള്ള ഒരു നടപടി എടുത്തില്ല എന്നുള്ളത്. അന്നൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്നുകൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇയാളുടെ ഈ പ്രശ്നം അത് നേരത്തെ തന്നെ മാനേജ്മെന്റിന് അറിയുന്നതാണ്.
എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാനേജ്മെന്റിനെതിരെയും നടപടി വേണമെന്നുള്ളൊരു ആവശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വാർത്തയിലടക്കം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ മരണം സംഭവിച്ചതിന് ശേഷമാണ് ഇയാൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുന്നത്. അതിന് മുൻപ് പലതവണ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇയാൾക്കെതിരെ മാനേജ്മെന്റിന് പരാതി നൽകി. സ്വാഭാവികമായും ഈ മാനേജർക്കെതിരെ പരാതി ഉണ്ടാകുമ്പോൾ അതിന് മാനേജ്മെന്റിനെയാണ് പരാതി അറിയിക്കേണ്ടത്. അത്തരത്തിൽ പരാതി അറിയിച്ചതാണ്. പക്ഷേ വേണ്ട വിധത്തിലുള്ള നടപടി ഉണ്ടാവുകയോ ഇയാൾക്കെതിരെ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടുകയോ അത്തരത്തിലൊന്നും ഉണ്ടായില്ല. ഇന്നിപ്പോൾ ഒരു കുട്ടിയുടെ, ഒരു നഴ്സിന്റെ, ഒരു യുവതിയുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇതിനകത്ത് അതും പോലീസ് കേസെടുത്തുകൊണ്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി ജംഷീർ.